കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്, ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത്, എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ട് അടുത്ത തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോംവഴി എന്താ? അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി, നിയമത്തിൻ്റെ വഴിയിൽ. കാരണം ഗവൺമെൻറ് ഒരു വഴി കാണിച്ചു കൊടുത്തു, എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ സംഭവിക്കുക കൂടിയാണ് കേരളത്തിൽ. അത് രാഹുൽ മാങ്കൂട്ടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ രണ്ട് അഭിപ്രായമാണ് രാഹുലിനെ ചൊല്ലി. കഴിഞ്ഞ ദിവസം ഇന്ന് വളരെ പ്രധാനപ്പെട്ട നേതാവ് രാജ്ഭവൻ ഉണ്ണിത്താൻ രാഹുലിനെ അനുകൂലിക്കുന്നവർ കോൺഗ്രസായി കാണാനാവില്ലെന്ന് ആഞ്ഞടിച്ചു. രമേശ് ചെന്നിത്തല ഇന്നലെ രാഹുലിനെതിരെ തിരിഞ്ഞു. മുരളീധരൻ രാഹുൽ വിമർശനം കടുപ്പിച്ചു. രാജ്ഭവൻ ഉണ്ണിത്താന്റെ വിമർശനം കത്തിക്കയറുമ്പോഴും നേതാവിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസുകാർ അനവധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. CPM ഉണ്ടാക്കിയ കെണിയെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിൽ എന്തുകൊണ്ട് രണ്ടു പക്ഷമുണ്ടാകുന്നു? പാർട്ടിക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹ മധ്യത്തിൽ പീഡനക്കേസിൽ ആരോപണ വിധേയനായ ആളെ സംരക്ഷിച്ചാൽ എന്തു ഗുണമുണ്ടാകുമെന്നാണ് ഈ നേതാക്കളുടെ വിചാരം? അതോ അഗ്നിശുദ്ധി വരുത്തി രാഹുൽ തിരിച്ചു വരുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷവും അത്തരം വിശ്വാസക്കാരാണോ? ഒടുവിൽ നിയമപോരാട്ടത്തിന് തന്നെയാണ് രാഹുൽ ഇറങ്ങിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഗുരുതര ആരോപണങ്ങൾ യുവതിക്കെതിരെ ഉന്നയിക്കുന്നു. ഒപ്പം CPM BJP ഡീലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം മറയ്ക്കാനുള്ള ശ്രമമെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഇനി നിയമപോരാട്ടം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ്. പക്ഷെ അപ്പോഴും കാണാമറയത്താണ് പാലക്കാട് MLA. കോൺഗ്രസിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം. ഒപ്പം രാഹുൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ശ്രീത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടത് നിരീക്ഷകൻ, രാഗ രഞ്ജിനി സാമൂഹ്യ പ്രവർത്തക, മുഹമ്മദ് ഷമ്മാസ് KSU നേതാവ്, ശ്രീ രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ എന്നിവർ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ മുഹമ്മദ് ഷമ്മാസ്, ഇവിടെ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്, സംശയമില്ല. നിങ്ങളൊക്കെ പോർമുഖത്താണ്, ഓരോ സീറ്റും നിർണായകമാണ്. സെമി ഫൈനലിൽ വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് രാഹുൽ വിഷയം വീണ്ടും കാര്യമായി ഉയർന്നു വരുന്നത്. 4 മാസമായി ഈ വിഷയം ചർച്ചയ്ക്കുണ്ട് എങ്കിൽ പോലും. പക്ഷെ അപ്പോഴും ഈ രണ്ട് നിലപാട് എന്തുകൊണ്ടാണ് നേതാക്കൾക്ക്? ജനത്തോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നേതാക്കൾ? വളരെ കൃത്യമായി ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാവുന്ന എല്ലാ തരത്തിലുള്ള നടപടികളും, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള നടപടികളും പാർട്ടി എന്ന നിലയിൽ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി ഇപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പരാതികൾ വരുന്നതെന്നും അതിന്റെ സമയവും സാഹചര്യവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. അതൊക്കെ തീർത്തും നേതാക്കൾ പലരും പങ്കുവച്ചതുപോലെ തന്നെ അവരുടേതായ കാഴ്ചപ്പാടിൽ വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചതാണ്. പാർട്ടിക്ക് ഈ വിഷയത്തിലുള്ള കൃത്യമായ നിലപാട് KPC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഈ പറഞ്ഞ CPM-മായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേരത്തെ സ്വീകരിച്ചതുപോലെയുള്ള തീവ്രത ഇളക്കാനും അതിന്റെ കാഠിന്യം പരിശോധിക്കാനും മറ്റ് വിധി വരട്ടെ, കോടതി കുറ്റാരോപിതനായ പ്രതിയെ ചേർക്കപ്പെട്ടല്ലേ ഉള്ളൂ, FIR ഇട്ടതല്ലേ ഉള്ളൂ, ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും തടി തപ്പുന്ന സമീപനം ഒന്നും കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. വളരെ ആധികാരികവും കൃത്യവുമായ നടപടി അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി
ചെയ്തത് തെറ്റാണ്. ഈ പറഞ്ഞ ഒരു പൊതുസമൂഹത്തിനിടയിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ പാർട്ടി ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇതിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടോ അല്ല, അങ്ങനെ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി സമൂഹ മധ്യത്തിൽ ബോധ്യപ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങൾ പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പ്രചരണത്തിൽ ഇറങ്ങുകയാണ്. സജീവമായി പാലക്കാട്ടെ പ്രചരണ രംഗത്ത് മുൻപന്തിയിലുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നാണിപ്പോൾ നിങ്ങളുടെ KC വേണുഗോപാൽ പറയുന്നത് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാഹുൽ പ്രചരണ രംഗത്ത് ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇന്നാണ് പുറത്തു വരുന്നത്. ഇത് നേരത്തെ വളരെ കൃത്യമായി തന്നെ നിർദ്ദേശം കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ ഇങ്ങനെയൊരു വിഷയം വന്നപ്പോൾ വീണ്ടും പാർട്ടി അപഹസിക്കപ്പെടുന്നു എന്നല്ലേ കാണേണ്ടത്? കാരണം ഇങ്ങനെ പീഡന കേസിൽ പ്രതിയായ ഇപ്പോൾ പരാതികൾ നേതാവിനെ പുറത്താക്കിയ നിങ്ങൾ പറയുന്ന നേതാവ് പാർട്ടിക്ക് വേണ്ടി സജീവമായി നിൽക്കുന്നു പാലക്കാട്. ഇല്ല, എപ്പോഴാണ് പീഡന കേസിൽ പ്രതിയാവുന്നത്? ഈ പറഞ്ഞ ഇന്നലെ ഒരു പരാതി കൊടുത്ത FIR വിശദാംശങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം ഒരു പീഡന കേസിൽ പ്രതിയായി വരുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അവിടുത്തെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടിയോ അല്ല ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് പ്രചരണത്തിന് ഇറങ്ങൂ, അങ്ങ് വോട്ട് പിടിക്കൂ, സ്ഥാനാർത്ഥികൾ കൊണ്ട് പ്രചരണത്തിന് ഇറങ്ങൂ, ഞങ്ങളുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും പാർട്ടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പങ്കെടുക്കുന്നത്? ഒരു സാധാരണ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ പ്രദേശത്തെ ആളുകളുമായി വ്യക്തിപരമായ ബന്ധവും കമ്മിറ്റ്മെന്റും ഉള്ള ആളെന്നുണ്ടെങ്കിൽ അവർ മത്സരിക്കുമ്പോൾ അദ്ദേഹം പ്രചരണത്തിന് പോയി പങ്കെടുത്തു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചു. ജനങ്ങൾക്കിടയിലേക്കാണ് ഇതേ പറയുന്ന ജനങ്ങൾക്കിടയിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്കോ മറ്റ് വ്യക്തിപരമായി ബന്ധമുള്ള ആളുകൾക്കോ വേണ്ടി ഒരു സോഷ്യൽ മീഡിയയിലോ മറ്റോ പ്ലാറ്റ്ഫോമിലോ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതല്ല. സാധാരണക്കാരെ ജനങ്ങൾക്കിടയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരമല്ല. പാർട്ടി അങ്ങനെ രാഹുൽ ഒരു അസൈൻമെന്റ് നൽകിയിട്ടുമില്ല. പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ആളെ സംബന്ധിച്ച് അങ്ങനെ ഉത്തരവാദിത്വം നൽകാനും പാർട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് അത് അദ്ദേഹം വ്യക്തിപരമായി സ്വീകരിച്ച നിലപാടാണ്. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് തന്റെ നിലപാടെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കിയെന്ന് ആ വാക്കുകൾ കേൾക്കാം വളരെ പെട്ടെന്ന്. ഷമാസ്, അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ദയവായി അതൊന്ന് കേൾപ്പിക്കാം. KC വേണുഗോപാൽ സംസാരിച്ചത്. നിയമത്തിൻ്റെതായ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. നിയമപരമായിട്ടുള്ള നടപടി രാജ്യത്ത് നിയമം നടപ്പിലുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിന്റെ വഴിയിൽ തന്നെ പോട്ടെ. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളാണ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും കടുത്ത നടപടിയാണ്. പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. നിയമസഭ നടന്നപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആരോപണം വന്ന ഒരാൾക്ക് എതിരെ എടുക്കാവുന്നതിന്റെ പരമാവധി കാര്യമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിരിക്കുന്നത്. സമാനമായ ആരോപണം മറ്റു പാർട്ടികളിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനതിന്റെ വിശദാംശങ്ങൾ കാണണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ അതാണ് ഈ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ബാക്കി അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറയുമ്പോഴും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചത് ആ തിരിച്ചറിവ് ഈ അവസാന നിമിഷമാണ് ഉണ്ടായതെന്നുള്ളതാണ് മുഹമ്മദ് ഷബാസ്. അല്ല, അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കേണ്ട പ്രശ്നമോ അല്ലല്ലോ. ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് KC വേണുഗോപാൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ് പാർട്ടി അതിന്റെ നിലപാട് സ്വീകരിച്ചത്? ഞാൻ തുടക്കം പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയത് ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ ബാധ്യതയും, ഒരു മാതൃകാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ശരിയും തെറ്റും, അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും ഒക്കെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിന്റെ വഴിയിൽ നീങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു പോകാനാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിപരമായും അല്ലാതെയൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ഈ പറയുന്ന ചർച്ച നയിക്കുന്ന താങ്കൾക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ മറിച്ചൊരു അഭിപ്രായത്തിൽ ഉണ്ടാകും. ഇതേത് സാഹചര്യത്തിൽ ഈ ആരോപണം പുറത്തു വരുന്നു? ഇത്രയും നാൾ ഈ പറഞ്ഞ താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ 4 മാസത്തോളമായി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ ഒരിക്കലും അങ്ങനെ ഒരു എന്താ പറയാ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കാനല്ല, മറിച്ച് ഏത് സാഹചര്യത്തിൽ പരാതി പുറത്തു വരുന്നു, എങ്ങനെ അതിന്റെ സ്വഭാവം, അതൊക്കെ അതിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ശ്രീ രാഹുലിനെ സംബന്ധിച്ച് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല. കാരണം
ഏത് സാഹചര്യത്തിലാണോ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നത് അത് കൃത്യമായി പാർട്ടി തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഔദ്യോഗിക തലത്തിൽ ഒരു തരത്തിലും രാഹുൽ പ്രചരണത്തിന് പങ്കെടുക്കണമെന്നോ പാർട്ടി യോഗങ്ങൾ പങ്കെടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വ്യക്തിപരമായ ആരെങ്കിലും താല്പര്യമനുസരിച്ച് പെരുമാറുന്നതിന് കോൺഗ്രസ് പാർട്ടി മറുപടി പറയേണ്ട സാഹചര്യവുമില്ല. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും ഈ പറഞ്ഞ ഇടതുപക്ഷ നേതാക്കളൊക്കെ CPI നേതാക്കളൊക്കെ ഈ വിഷയത്തിലൊക്കെ ഇത്തരം ഒരു വിഷയം വരുമ്പോ അതിനകത്ത് അഭിപ്രായം പറയാൻ, പ്രതികരിക്കാൻ എന്ത് അവകാശം എന്ന് കൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാം, അത് തിരുത്താൻ ആവശ്യപ്പെടാം. സതുദ്ദേശത്തോട് തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളും. പക്ഷെ ഒരു തരിമ്പെങ്കിലും അതിന് അർഹതയുള്ള ആളുകളായിരിക്കണം ഈ പറഞ്ഞ രീതിയിലേക്ക് വരുന്നത് എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവരൊക്കെ പലരുടെയും കാര്യങ്ങൾ സ്വീകരിച്ച കാര്യങ്ങൾ, നടപടികൾ, അവരെങ്ങനെ സംരക്ഷിച്ചു, ഏതൊക്കെ രീതിയിൽ അവരെ സംരക്ഷണ കവചം തീർത്ത് കൊണ്ടുപോയി ഇപ്പോഴും എങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ CPI നേതാക്കന്മാരെയും MLA-മാരെയും എല്ലാം എന്ന് നമ്മൾ കാണുന്നതാണ്. എന്ത് നടപടി അവരുടെ ശരി. ശ്രീത് പണിക്കർ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കംപ്ലൈൻ്റ് ആണ്. അതായത് BJP-യും CPM-ഉം ചേർന്നുള്ള ഒരു നെക്സസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിഫൻസ്. അതിലിപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും പെൺകുട്ടിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ശ്രീത്വം അത് വായിച്ചതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുന്നതിലൂടെ എന്തെങ്കിലും നേട്ടം ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? പൊതുജനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, പൊതുമധ്യത്തിൽ ഒരുപാട് അലക്കുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്ന് ഡിജിറ്റൽ തെളിവുകളായി പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ പറഞ്ഞതുപോലെ നേതാക്കൾ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് ഗുണമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്? ശ്രീരഞ്ജിത്ത്, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എങ്കിൽ സത്യത്തിൽ അത് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ആ അഭിപ്രായം വരേണ്ടത് കോൺഗ്രസിനാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യും പിന്നെ CPM-ഉം ഒക്കെ ചേർന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരാളിനെ പ്രേരിപ്പിച്ച് ഇങ്ങനെ കേസൊക്കെ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിഷയം അവിടെ ഉണ്ടെങ്കിലോ അതല്ല എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ഉണ്ടെങ്കിലോ അതിൽ ഇതിനെ ഒരു മറയാക്കുന്നതിന് വേണ്ടിയിട്ട് CPM അതിനെ ഉപയോഗിക്കുന്നു എന്ന ഒരു വാദം കോൺഗ്രസിനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം തന്നെ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്? എങ്കിൽ അന്ന് പറയാമായിരുന്നല്ലോ, ഞങ്ങളുടെ ഒരു യുവ നേതാവിനെ ട്രാപ്പിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇത് CPM-ഉം BJP-യും ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു നാടകമാണ് എന്ന് ശ്രീ VD സതീശന് പറയാമായിരുന്നു. ശ്രീ സണ്ണി ജോസഫിന് പറയാമായിരുന്നു. നാളിതുവരെ അവരത് പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ മുന്നിൽ ഈ ഒരു പരാതി വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നടപടി ഉണ്ടാകുമെന്ന് സതീശൻ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഘട്ടം ഘട്ടമായിട്ട് നടപടി ഉണ്ടാകും എന്ന് പറയുന്നതാണ് കാണുന്നത്. അപ്പൊ ആ സമയത്ത് കോൺഗ്രസിന് ഈ ഒരു വാദം ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 3 മാസമല്ലേ ആയിട്ടുള്ളൂ ഇത് പുറത്തു വന്നിട്ട്. അപ്പോൾ 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നതിനെ പറ്റി കോൺഗ്രസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അറിയില്ലായിരുന്നു, പക്ഷെ ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പൊ അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ട്രാപ്പ് ചെയ്യുന്നത്. അത് BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു കള്ളക്കളിയാണ് എന്നുള്ള ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടാകണമായിരുന്നുവെങ്കിൽ അത് പറയേണ്ടത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷെ അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തിനെതിരെ ആദ്യം തന്നെ നടപടിയെടുത്ത് മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് അത് എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ ഇത് വെറുതെ തനിക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പിന്തുണ രാഷ്ട്രീയമായി കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് വ്യക്തം. 2, ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില BJP CPM ആംഗിളുകളാണ്. അതായത് അദ്ദേഹം ഈ പിന്നെ സ്ത്രീയുടെ ബന്ധുത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ രാഷ്ട്രീയം ആരോപിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയം ഒന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു വാദം അദ്ദേഹത്തിനില്ല. താൻ ഇതൊന്നും തന്നെ ആദ്യമേ അറിഞ്ഞിരുന്നില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരുപക്ഷെ ചാനൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാരെക്കാൾ ഡിഫെൻഡ് ചെയ്യുന്നത് ശ്രീ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ ഉണ്ട് എന്നാണ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞത്. അപ്പൊ രാഹുൽ ഈശ്വർ പോലും ഇന്നലെ പറഞ്ഞിരുന്ന വാദം എന്താണ്? വിവാഹിതയാണ് എന്നതിനെ മനഃപൂർവ്വം മറച്ചുവെച്ച് ആണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഈ സ്ത്രീ ഒരു ബന്ധത്തിൽ പോയത് എന്നാണ്. ഇന്നത്തെ നമ്മൾ ഈ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിനില്ല.
മറിച്ച് ഈ കുട്ടിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നും അവരുടെ കുടുംബത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമെന്നും അവരുടെ ഭർത്താവ് ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെ 1-2 അപകടമുണ്ട്. കോൺഗ്രസിൽ പല ആൾക്കാരും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളത് നമുക്കറിയാം. എന്നെ ആരും ന്യായീകരിക്കേണ്ടതില്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ, യൂത്ത് കോൺഗ്രസ്സുകാർ, KSUക്കാർ ഒക്കെ തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോ അവരെല്ലാവരും അപഹാസ്യരാകുന്നതിന്റെ ചില കാരണങ്ങൾ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ തന്നെ ഉണ്ട്. ഒന്ന്, ഇത് വ്യാജമാണ് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിൽ പരാതിക്കാരിയെ തനിക്ക് അറിയാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അത് കൺസെൻഷ്വൽ ആണ്, ഉഭയസമ്മത പ്രകാരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ട് എന്നതിനെ അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരേ ഒരു കാരണം താനല്ല ആ ഗർഭത്തിന് കാരണം എന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം BSA 116 എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അത് ഇങ്ങനെയുള്ള ഒരു കേസിൽ ബാധകമാകുന്ന ഒരു ക്ലോസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു വിവാഹത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ വിവാഹം വേർപെടുത്തി പുനർവിവാഹം കഴിക്കാതെ 280 ദിവസത്തിനുള്ളിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ BSA 116 എന്നുള്ള ഒരു സെക്ഷൻ ഉള്ളത്. അത് വളരെ കൃത്യമായിട്ട് ആ സെക്ഷനിൽ പറയുന്നത് എ ചൈൽഡ് ബോൺ, ജനിച്ചത്, ബോൺ ഡ്യൂറിങ് എ വാലിഡ് മാരേജ് ഓർ വിതിൻ 280 days ആഫ്റ്റർ ദ മാരേജ് എൻഡ്സ് വേർ ദ മദർ ഹാസ് നോട്ട് റീമാരീഡ് എന്നാണ്. അതെങ്ങനെയാണ് ഇവിടെ ബാധകമാകുന്നത്? ഇവിടെ പറയുന്ന ഒരു അബോർഷനെ കുറിച്ചാണ്, നിർബന്ധിതമായിട്ടുള്ള ഒരു അബോർഷനാണ്. അപ്പം ജനിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ 116A എന്ന് പറയുന്ന ക്ലോസ് ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് വിവാഹത്തിലാണ് ആ കുട്ടി പ്രഗ്നന്റ് ആയത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല, ഇതെന്റെ ഗർഭമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു പൊസിഷനാണതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണോ ഒരു പൊളിറ്റിക്കൽ മാന്യത? അദ്ദേഹം ഇവിടെ പറയുന്നില്ലല്ലോ അദ്ദേഹത്തിന് ശാരീരിക ബന്ധമില്ലായിരുന്നു എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ ഈ ശബ്ദം തൻ്റേതല്ല എന്ന് തള്ളിപ്പറയാൻ പോലും അദ്ദേഹം തയ്യാറാകാതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചതിന്റെ കാരണം ഇതിൽ അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ഇതിന്റെ ലീഗാലിറ്റിയാണ്. ഞാൻ പറയുന്നത് ലീഗാലിറ്റി ഒക്കെ മാറ്റി നിർത്തിയാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, ഉത്തരവാദിത്തമുള്ള ഒരു യുവ രാഷ്ട്രീയ നേതാവ്, ഒരു MLA, അദ്ദേഹം സുരക്ഷിതമല്ലാത്ത, നിർബന്ധിതമായിട്ടുള്ള, ദീർഘകാലം നിലനിൽക്കുന്ന ശാരീരിക ബന്ധത്തിന് വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അങ്ങനെ സുരക്ഷിതമല്ലാത്ത ഒരു ശാരീരിക ബന്ധത്തിൽ കൂടി അവർക്ക് കുട്ടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും പിന്നീട് അങ്ങനെ കുട്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത് ഈ രീതിയിലത്തേക്ക് പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണ് എന്നും അത് രാഷ്ട്രീയ മാന്യതയല്ല എന്നും സാമാന്യ മര്യാദയല്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എങ്കിലോ? അദ്ദേഹം ഇതിൽ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ലൈനായി പരാതിയിൽ എഴുതി ചേർത്ത്, അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അത് താങ്കൾ വായിച്ചിട്ടുണ്ടാകും രഞ്ജിത്ത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു കാര്യം ഈ കുട്ടിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളിങ്ങനെ കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ അതിൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഈ കുട്ടിക്കുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷൻ ഇതില്ലേ? വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാകാൻ പോകുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങളോ അവർക്കുണ്ടാകാൻ പോകുന്ന മാനസിക പ്രശ്നങ്ങളോ പിന്നീട് അവരെ ആ ഗർഭഛിദ്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ഈ കാര്യത്തിനെ കുറിച്ചൊന്നും വിദ്യാഭ്യാസമുള്ള ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ പഠിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ലേ? അപ്പൊ ഇതൊക്കെ വെറുതെ ഡിഫൻസിന് വേണ്ടി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, പല കാര്യങ്ങളിലും നമുക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ ഇന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറയേണ്ടതാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ബോധ്യം പല മുതിർന്ന നേതാക്കൾക്കും ഇല്ല. തിരുവഞ്ചൂരിനെ പോലെ, അടൂർ പ്രകാശിനെ പോലെ അതാണ് പ്രശ്നം. ശ്രീ K. സുധാകരൻ അടക്കമുള്ള പല നേതാക്കന്മാർക്കും അതില്ല. അപ്പോ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയേണ്ടതിന് പകരം ഇവരെല്ലാവരും തന്നെ അദ്ദേഹത്തിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു കൈകൊണ്ട് അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് ഈ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ വിലയിരുത്തിക്കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാർ പോവുക. അപ്പൊ ആ നാട്ടുകാർ കാണുന്നത് എന്താണ്? കോൺഗ്രസിന്റെ പ്രാഥമികമായിട്ടുള്ള മെമ്പർഷിപ്പ് പോലും ഈ നമ്മൾ ഈ പറയുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയുടെ പേരിൽ റദ്ദ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുകയാണ്.
അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നില്ല. വി.ഡി. സതീശനുള്ള സ്ഥലത്ത് ഇവർ രണ്ടുപേരും രണ്ട് സമയത്ത് വന്നിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റ് ലോക്കൽ നേതാക്കന്മാരുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടി ഒരുപക്ഷെ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് വാദിക്കുന്നതിന് വേണ്ടി പോലും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ശ്രമിക്കുമ്പോൾ മറ്റുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അതിന് പിന്തുണയുമായിട്ട് അവിടെ ഇരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ? അപ്പൊ എന്താണ് അവിടുത്തെ താല്പര്യം? അദ്ദേഹം ഈ എല്ലാ വിധത്തിലുള്ള പാർട്ടിയുടെ താല്പര്യങ്ങളെയും ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു ദിവസം അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ഈ കോൺഗ്രസിലെ തന്നെ പുതുതലമുറയിലുള്ള ചില പ്രവർത്തകരല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, കോൺഗ്രസിലുള്ള ഒരു യുവ എം എൽ എ ആയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിക്ക് പാർട്ടിയിലുള്ള സീനിയർ ലീഡർഷിപ്പിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ആജ്ഞാശക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം ആൾക്കാരിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണ്? അതാണ് വിചിത്രമായ ഒരു പാർട്ടിയാണ്. കാരണം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു PR നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഒപ്പം 6 മാസം ഒരു കാര്യം കൂടി പറയാം രഞ്ജിത്ത്, ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില വിഷയങ്ങൾ അതിനുശേഷം വന്നിരുന്നപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നോക്കൂ, അതിന് കിട്ടിയിരിക്കുന്ന ലൈക്കുകളും അതിൽ വരുന്ന എൻഗേജ്മെന്റുകളും പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിനാണ് ജനപിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി PR പണി ചെയ്തിരുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിനു വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പോകാനായിട്ടുള്ള താല്പര്യമുള്ള കോൺഗ്രസ്സുകാർ ഇവിടെ. അതെ, അതാണ് ഈ പറഞ്ഞതുപോലെ സസ്പെൻഷനിലായ ഒരാൾ, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരാൾ, എല്ലാ പദവികളും നീക്കപ്പെട്ട ഒരാൾ ദാ ഇപ്പോൾ പാലക്കാട്ട് കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായി മാറുന്ന കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് തന്നെ പറയേണ്ടി വരികയാണ്, ഈ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ ഒരാൾ ഒരിക്കലും പാർട്ടിയുടെ പ്രചരണ മുഖത്ത് ഉണ്ടാവേണ്ടിയിരുന്നില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി വരികയാണ്. അവിടെയും ഇപ്പോഴും ഇന്ന് അടൂർ പ്രകാശും ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സുധാകരനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ജനം എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശ്രീ BN ഹസ്കർ, ഇവിടെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. BJP CPM നെക്സസ് എന്നുള്ള ഒരു പ്രയോഗം കൂടി ഇതിലുണ്ട്. അതിൽ പ്രധാനമായും ഈ പാലക്കാട്ടെ BJP ബന്ധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പരാതി, ഈ 4 മാസമായി നമ്മളിങ്ങനെ എടുത്തിട്ട് അലക്കുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ പുറത്തു വരുമ്പോൾ, പരാതിയായി തന്നെ വരുമ്പോൾ അതിൽ ചിലത് രാഹുൽ സംശയിക്കുന്നു. രഞ്ജിത്ത്, ഇതില് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നോ അങ്ങനെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഈ കേസിനെ വളരെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് രാഹുൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഏതൊരു കുറ്റാരോപിതനും നടത്തുന്ന നിലപാടുകൾ മാത്രമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അതായിരുന്നില്ല രാഹുൽ നടത്തേണ്ടത് എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം രാഷ്ട്രീയ പ്രേരിതമായി തന്നെ വേട്ടയാടുന്നു എങ്കിൽ എന്തിന് കോൺഗ്രസിന്റെ ത്രിതലത്തിലുള്ള നടപടി അദ്ദേഹം നേരിട്ടു എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ഘട്ടം ഒരുപക്ഷെ കോടതിയിലടക്കം ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. അങ്ങനെ ത്രിതലത്തിൽ നടപടി നേരിടേണ്ടി വന്ന ഒരു യുവ നേതാവിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ കേസിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുക വഴി അദ്ദേഹം കൂടുതൽ അപഹാസ്യനായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസും CPM-ഉം BJP-യും ചേർന്ന ഒരു നെക്സസ് ആണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു കേസിലേക്ക് പെടുത്തിയത് എന്നതും ആ വാദമുഖവും ദുർബലമായ ഒരു വാദമുഖം മാത്രമാണ്. അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കോടതി മുമ്പാകെ യാതൊരു തെളിവുകളും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അത് സ്ഥാപിച്ചെടുക്കുന്നതിന് കഴിയുമോ എന്ന കാര്യവും സംശയം. പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം ഇതിലൊരു ധാർമ്മികതയുടെ വശമാണ് ഏറ്റവും പരമപ്രധാനം. കാരണം ഇത് ചരിത്രത്തിൽ ഒരിടത്തു പോലും സമാനതകളില്ലാത്ത ഒരു വസ്തുതയായിട്ടാണ് നമുക്ക് മുന്നിൽ വന്നത്. അന്തരീക്ഷത്തിൽ ആദ്യം കുറെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൂ കെയർസ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു നിലപാടിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്, പരാതി എവിടെ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിലാണ് ഒരു പരാതിക്കാരി പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം താൻ കഴിഞ്ഞ കുറെ നാളുകളായി അനുഭവിച്ച മാനസിക സമ്മർദ്ദവും നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അവർ വേട്ടയാടപ്പെട്ടതിന്റെ ചരിത്രവും അടക്കം ആ മാനസിക സമ്മർദ്ദത്തിലാണ് ഒടുവിൽ അവർ താൻ വെളിച്ചത്ത് വരികയും അവർ പരാതി നൽകുന്നതിലേക്ക് തയ്യാറെടുക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു ചോദ്യം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് എന്തിനീ പരാതി നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഇത്തരത്തിലുള്ള അതിജീവിതികളെ സംബന്ധിച്ച്, സർവൈവേഴ്സ് അല്ലെങ്കിൽ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് ഒരു പരാതി നൽകുക എന്നുള്ളത്, മറുവശത്ത് പരാതി നൽകുന്ന കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എതിർകക്ഷി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന
ഒരു യുവ MLA കൂടി കോൺഗ്രസിന്റെ പ്രമുഖ യുവമുഖം കൂടി ആവുമ്പോൾ സ്വാഭാവികമായും അതിനേക്കാൾ സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് പരാതി നൽകണമെന്ന് ആ അതിജീവിത ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിനവരെ കുറ്റം പറയാനാവില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പരിമിതിയായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തമായി കോടതിയിൽ അവതരിപ്പിച്ചാൽ അതും നിൽക്കില്ല. കാരണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള പരാതി സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത മാർഗം എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനോ അതല്ലെങ്കിൽ ആ സ്ഥലത്തെ കമ്മീഷണർ ഓഫ് പോലീസിനോ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകുന്നതിന് ഉള്ള സാധ്യതകൾ നിയമപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയും ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്ത് കേസെടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അതിനെ ദുർബല വാദമുഖങ്ങൾ കൊണ്ടല്ല ഇതിനെ നേരിടേണ്ടത്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും രാഷ്ട്രീയ നൈതികതയുടെയും ഒരു വലിയ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നു. അല്ല, ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ പരാതി വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പുറത്താക്കി പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന്. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, അതിനുശേഷം പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുന്നു. അത്തരം നിലപാടുകൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പല കേസുകളിലും 20 വർഷമൊക്കെ ശിക്ഷിക്കപ്പെട്ട ആൾ പോലും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് CPMന് ഇത്തവണ എന്നുകൂടി ഓർക്കണം. അങ്ങനെയല്ല, ഇതിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ഉദാഹരണവും നമ്മുടെ മുന്നിലില്ല. ഇപ്പോ മറ്റൊരു MLA ഇപ്പൊ CPM ആരെങ്കിലും നടപടിയെടുത്തോ എന്ന് ചോദിക്കലല്ല കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത്. മറുചോദ്യത്തിന് ഒരു തരത്തിലും അവസരം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഒരു പെൺകുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം, ആ പെൺകുട്ടി അനുഭവിച്ച ജീവിത പീഡനങ്ങൾ, ഇതൊക്കെയാണ് അനാവരണം ചെയ്യപ്പെട്ടുള്ളത്. അവർ ഇപ്പൊ ഒരുപക്ഷെ അവർ വിവാഹിതയാണ് എന്നുള്ളത് ഒരു വലിയ വാദമുഖമായി കോടതി മുമ്പാകെ ഉയർത്താമെങ്കിലും, അല്ലെങ്കിൽ രണ്ടുപേർ ഉഭയസമ്മത പ്രകാരം ഇതുവരെ രാഹുൽ സമ്മതിക്കാതിരുന്ന ഒരു കാര്യം കൂടി ഇപ്പോ കോടതി മുമ്പാകെ സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. തനിക്ക് ആ പരാതിക്കാരിയെ അറിയേയില്ല എന്ന നിലപാടും അങ്ങനെ ഒരു പരാതി കെട്ടുകഥയാണെന്നും പറഞ്ഞിരുന്ന രാഹുലിന് ഒരുപക്ഷെ ഇപ്പൊ കോടതി മുമ്പാകെ ചെല്ലുമ്പോൾ താൻ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ട സാഹചര്യം വരികയാണ്. അപ്പൊ അങ്ങനെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഈ BNSന്റെ സെക്ഷൻ 89 വളരെ ഫലപ്രദമായി മുന്നിൽ നിൽക്കുന്നു എന്ന അപകടകരമായ ഒരു സാഹചര്യം, ഒരുപക്ഷെ ജീവപര്യന്തം വരെ ശിക്ഷയും 10 കൊല്ലം വരെ തടവും കിട്ടാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ പെൺകുട്ടിയുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളും മാത്രം മതിയാകും ആ 89 BNS പ്രകാരം ഒരു ഡിഫൻസ് രാഹുലിന്റെ ഉള്ളത് will not be attracted as the main ingredient of the section is that the miscarriage should be caused by the accused without the consent of the woman. Here in this case the victim admits that she herself took the tablet for miscarriage. So even if the pregnancy and the allegation of miscarriage is admitted for argument's sake, this miscarriage was done by the victim herself. അല്ല, അതൊരു വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപക്ഷെ നിലനിൽക്കാത്ത ഒരു ആരോപണം മാത്രമേ. കാര്യം അതിനു മുമ്പുള്ള സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി രാഹുലിനെതിരായി നിൽക്കുന്നു. ആ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് രാഹുലും ആ അതിജീവിതയുമായി നടന്ന സംഭാഷണങ്ങൾ, അതിജീവിതയുമായി നടന്ന വാട്സാപ്പ് ചാറ്റുകളൊക്കെ ജീവൻ വെച്ച് നിൽക്കുകയാണ്. അതൊക്കെ തെളിവുകളായി കോടതി മുമ്പാകെ വരികയും അതെല്ലാം തെളിവുകളായി കോടതി അഡ്മിസിബിളായി എടുക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും 89 BNS പ്രകാരമുള്ള കുറ്റകൃത്യത്തിലേക്ക് ഇതിന് വിരൽ ചൂണ്ടും. കാരണം ഒരുപക്ഷെ പെൺകുട്ടി ഒരിക്കലും ഈ മിസ്കാരേജ് വിതൗട്ട് കൺസെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വോളണ്ടറി ആയിരിക്കണം എന്നുള്ളതാണ്. നാം കേട്ട ശബ്ദരേഖകളിലും നാം കേട്ട വാട്സാപ്പ് ചാറ്റുകളിലും ആ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ പോലും ഈ കുട്ടിയുടെ ആ ഗർഭഛിദ്രം നടത്തുന്നതിന് അല്ലെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്നതിന് ആ കുട്ടിക്ക് സമ്മതം ഉണ്ടായിരുന്നതായി ഒരു തരത്തിലും വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല. നിയമത്തിന്റെ ഏതു കണ്ണുകളിലൂടെ നോക്കിയാലും വളരെ കൃത്യമായി ഇതിൽ ആ ഒരു അർത്ഥത്തിൽ സെക്ഷൻ 89 മുഴച്ചു തന്നെ നിൽക്കുകയാണ്. അപ്പൊ ആ ഘട്ടത്തിൽ നിശ്ചയമായും കോടതി ഇത് പരിശോധിക്കപ്പെടും. അതിന് മുന്നിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകൾ അടക്കം പോലീസിന് കണ്ടെത്തി
കോടതി മുമ്പാകെ ഹാജരാക്കേണ്ടി വരും. അപ്പൊ ഇതിലൊരു വലിയ അപകടം രാഹുലിന് പറ്റിയത് ഇന്നലെ വരെ തനിക്ക് അറിയില്ലെന്ന് പറയുന്ന ഒരു വസ്തുതയെ താൻ സമ്മതിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയും അതിനുശേഷം നടന്നിട്ടുള്ള സബ്സിക്വന്റ് കോണ്ടാക്ട്സുകൾ കൃത്യമായും രാഹുലിന് കേസിൽ വിനയായി തീരും എന്നാണ് ഞാൻ അതിന്റെ രീതിക്ക് രാഹുലിന്റെ കോൺഫിഡൻസ് അത്തരത്തിൽ ജാമ്യ ഹർജിയിൽ കാണുന്നുണ്ട് എങ്കിൽ പോലും നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തേണ്ടതുണ്ട്. ശ്രീജിത്ത്, ഇവിടെ ശ്രീ ഹസ്കർ പറഞ്ഞ പോലെ അങ്ങനെ കൈകഴുകാൻ പറ്റുന്ന ഇത്തരം കേസുകൾ, ഒരുപാട് കേസുകൾ നമുക്കറിയാം. CPM നേതാക്കളുമായി ബന്ധപ്പെട്ടും ജനപ്രതിനിധികളുമായൊക്കെ ബന്ധപ്പെട്ടും ഇത്തരം ഒരുപാട് കേസുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കേസും വഴക്കുമൊക്കെ ഒരുപാട് കണ്ടതാണ്. അങ്ങനെ തങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത് പോലെ അല്ല രാഹുലിൻ്റെ കേസ് എന്ന് പറഞ്ഞു വെക്കാവുന്ന നിലയിലല്ലല്ലോ ഇത്. അത്ര പെട്ടെന്ന് കൈകഴുകി പോകാൻ പറ്റുന്ന പാർട്ടിയുമല്ലല്ലോ ഇത്തരം വിഷയങ്ങളിൽ CPM. നിശ്ചയമായിട്ടും അതല്ല. പക്ഷേ അവർ പറയുന്നതിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഇപ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും അടുത്തുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം CPM നേരിട്ടിരിക്കുന്നത് ശ്രീ M. മുകേഷ് MLA കാര്യമാണ്. അത് പക്ഷേ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഇത്ര കാലവും പറയാതെ പിന്നീട് ഒരു സ്ത്രീ വന്ന് നടത്തിയിരിക്കുന്ന ആരോപണമാണ്. പിന്നീട് ആ സ്ത്രീ തന്നെ ചില കേസുകളിലൊക്കെ തന്നെ അതും പൊതുസമൂഹം എൻകറേജ് ചെയ്യാത്ത തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞ് അവരുടെ പേരിലും കേസുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. തന്നെയുമല്ല, അതിൽ ഈ ആരോപിതയായിട്ടുള്ള വ്യക്തി പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. അതിൽ സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം, ആ നടൻ അല്ലെങ്കിൽ ആ MLA, അദ്ദേഹം അതിനെ നിഷേധിക്കുന്നുണ്ട്. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയുമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം, അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിന് കൂടി അല്ലെങ്കിൽ അവന് നമുക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമുക്കറിയാവുന്ന തരത്തിലുള്ള കുറേ തെളിവുകൾ വന്നിട്ടുണ്ട്. ആ തെളിവുകൾ എന്ന് പറയുന്നത് ചാറ്റുകളാണ്. ആ തെളിവുകൾ എന്ന് പറയുന്നത് ചില ഓഡിയോ സംഭാഷണങ്ങളാണ്. ഈ രണ്ടും തൻ്റേതല്ല എന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളിതുവരെയായിട്ടും നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സത്യസന്ധതയോടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ അദ്ദേഹം അവിടെ പറയേണ്ടിയിരുന്നത് ഇത് എൻ്റെ ഓഡിയോ അല്ല, ഇത് വ്യാജമായിട്ട് ചമച്ചിരിക്കുന്നതാണ്, ഞാൻ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും തന്നെ ആർക്കും അയച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയണമായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹം കൺസീഡ് ചെയ്യുകയാണ്. അദ്ദേഹം അത് തൻ്റേതല്ല എന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള ഒരു യുവ നേതാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പക്ഷം രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പറയാനായിട്ട് കൃത്യമായിട്ടുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം തൻ്റെ ഒരു MLA എന്ന രീതിയിൽ നിൽക്കുന്ന, അതും ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഫൈറ്റ് ജയിച്ച MLA ആയിരിക്കുന്ന, BJPയെ പരാജയപ്പെടുത്തിയ MLA ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു വർഷം പോലുമില്ല അടുത്ത തെരഞ്ഞെടുപ്പിന് എന്ന് ഉള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ സത്യസന്ധത എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിലാരെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ തുറന്നു കാട്ടുന്നതിനുമുള്ള ഒരു ശ്രമമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല. അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഈ ഓഡിയോ തൻ്റേതല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല, ചാറ്റുകളല്ല എന്ന് പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് ബന്ധമുണ്ട് എങ്കിൽ ആ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു തെളിവും പുറത്തുവിടുന്നില്ല. അവർക്കെതിരെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യത്തിന് പോകുന്ന സമയത്ത് ഇതാരാണ് ഈ ആരോപണവുമായി വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരാതിയുടെ അഭാവത്തിലും ശ്രീ രാഹുലിന് ബോധ്യമുണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അതായത് പരാതി കൊടുക്കുന്നു, ഇതുവരെ പരാതി എവിടെയാണെന്ന് ചോദിച്ചു, പക്ഷേ പരാതി കൊടുക്കുന്നു, പരാതി കൊടുത്തപ്പോൾ ഇന്നയാളാണെന്ന് അറിയുന്നു, ആ ആളുമായിട്ട് അദ്ദേഹത്തിന് ശാരീരിക ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. എങ്കിൽ അവർ പറയുന്നത് നുണയാണെങ്കിൽ അവർക്കെതിരെ അദ്ദേഹത്തിന് കേസ് കൊടുക്കാമായിരുന്നു, ചെയ്തില്ല. അദ്ദേഹത്തിനെ നിരന്തരം അപകീർത്തിപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാമായിരുന്നു, ചെയ്തില്ല. അദ്ദേഹത്തിനെതിരെ നിരന്തരമായി അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ BJPയും CPM ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കേസ് കൊടുക്കാമായിരുന്നു, അദ്ദേഹം ചെയ്തില്ല. ഇപ്പൊ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം CPMഉം BJPയും ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് കോടതിയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം സ്വന്തമായിട്ട് ഈ കഴിഞ്ഞ 3 മാസത്തിൽ സമയമുണ്ടായിരുന്നപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതിനോ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥയിലേക്ക് പോകുന്നതിനോ ഒരു ശ്രമം പോലും ഉണ്ടാകാതെ ഇരുന്ന ഒരു MLAയുടെ ഭാഗത്ത് നിന്ന് ഈ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് മാത്രം ഈ കുറ്റസമ്മതം വരിക എന്ന് പറയുന്നത് അത്ര സത്യസന്ധമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ മുകേഷിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ 10 കൊല്ലമോ അല്ലെങ്കിൽ 12 കൊല്ലമോ ഒക്കെ മുമ്പ് നടന്നത് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൽ വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും അതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വരുന്ന സമയത്ത് മാത്രമാണ് മറ്റ് നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതല്ല.
ഇത് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാനെങ്കിലും കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിലാണോ ആദ്യം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് പരാതി കിട്ടിയത് എന്ന് എനിക്ക് ഉറപ്പില്ല. മറ്റേതോ പരാതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ തന്റെ മകളെ പോലെ കരുതുന്ന ഒരാൾ വന്ന് നൽകിയിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുമ്പോൾ ഒരു പരാതിയല്ല, ഒന്നിലധികം പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് കൂടി ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാതെ ഈ പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ ആരോപണം ഒക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. ഞാൻ കരുതുന്നത് ഇതുവരെ പറയപ്പെട്ടിരിക്കുന്ന ന്യായവാദങ്ങൾ, അതായത് ആ സ്ത്രീ വിവാഹിതയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നിലനിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ. തീർച്ചയായും രാഹുൽ ഈശ്വർ എത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ രാഹുലിന്റെ ഒരു കണ്ടൻഷൻ എന്ന് പറയുന്നത് വിവാഹം മറച്ചു വെച്ചുകൊണ്ട് വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് താനുമായി അടുപ്പം സ്ഥാപിച്ചു എന്നാണ്. ഇപ്പോൾ ജാമ്യ ഹർജിയിൽ അത് പൂർണ്ണമായും രാഹുൽ തന്നെ സമ്മതിക്കുകയാണ്. തനിക്കറിയാമായിരുന്നു പെൺകുട്ടി വിവാഹിതയാണെന്നും ഭർത്താവ് ഉണ്ടെന്നും അറിയാമായിരുന്നു. ആ ഭർത്താവിനാണ് ഉത്തരവാദിത്വം ഗർഭത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ജാമ്യ ഹർജിയിൽ. അപ്പോൾ രാഹുലിന്റെ ആ വാദം പൂർണ്ണമായും പൊളിഞ്ഞു. അതില് ആദ്യം ഒരു വരി അങ്ങ് ശ്രദ്ധിച്ചു കാണില്ല, അത് പല ആൾക്കാരും ശ്രദ്ധിച്ചില്ല. അതായത് കല്യാണത്തിന് ശേഷം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ താൻ വിവാഹ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭർതൃപീഡനം നേരിടുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഭർതൃപീഡനം നേരിടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യമാണോ ഞാൻ പറഞ്ഞത്. രണ്ട്, ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾക്കും ലോകങ്ങൾക്കും ഈ പെൺകുട്ടി മാരീഡ് ആണ് എന്നറിയുന്നത്. അങ്ങനെ മാരീഡ് ആണെങ്കിൽ വിവാഹ ഇപ്പൊ മാരീഡ് ആണ്, ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല. ആ പെൺകുട്ടി ഇപ്പോഴും മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല. രാഹുൽ പറയുന്ന പോലെ കൂടെയാണോ താമസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു. അപ്പോ ആ പെൺകുട്ടി ഇപ്പോഴും ആ പയ്യനോട് മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിയാൻ സാധിക്കുമോ? ഇനി പോട്ടെ, സീരിയസ് ആയ കാര്യങ്ങൾ. റേപ്പ് ചെയ്തു എന്നാണല്ലോ അവകാശവാദം. രാഹുൽ അങ്ങനല്ല ഇന്നലെ പറഞ്ഞിരുന്നത്. ഈ പെൺകുട്ടിയുമായി ബന്ധം രാഹുൽ തുടർന്നു വന്നത് ഒരു കാരണവശാലും ഈ കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് രാഹുലിന് അറിയാത്ത സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ആ പണിക്ക് പോയില്ലായിരുന്നു എന്നുകൂടി കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള രീതിയിൽ രാഹുൽ പറഞ്ഞിരുന്നു. പല ചർച്ചകളും ഞാൻ കേട്ടതാണ്. അല്ലാതെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്തത് മാത്രമല്ല, വിവാഹിതയാണെന്ന വിവരം അവർ മനഃപൂർവ്വം മറച്ചുവെച്ച് ബന്ധം സ്ഥാപിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ ഒരു സ്ത്രീയെ പിന്നെ വിവാഹം കഴിക്കണോ, അതിനെ ഓൺ ചെയ്യണോ എന്നാണ് താങ്കൾ മനഃപൂർവ്വം മറച്ചുവെച്ചല്ലേ ബന്ധം സ്ഥാപിച്ചത്. ഫേസ്ബുക്കിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഭർതൃപീഡനം അനുഭവിക്കുന്നു. രാഹുൽ ഇത് ഈ പെൺകുട്ടി രഹസ്യമായി വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയല്ല, രാഹുൽ മനസ്സിലാക്കണം. ശ്രീ രാഹുൽ ഒരു സെക്കൻഡ്. കൃത്യമായ ചടങ്ങുകളോട് വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാം. രാഹുൽ പറഞ്ഞുകൊണ്ട് മാത്രം പുറത്തു വന്നൊരു കാര്യമല്ലത്. രഞ്ജിത്ത്, അതിന്റെ സീക്വൻസ് ഞാൻ പറയാം. ശ്രീ രാഹുൽ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിനെ ആദ്യം ഈ സ്ത്രീ ബന്ധപ്പെടുന്നു. അവരുടെ ഭർത്താവ് ആരാണ് എന്നതിനെക്കുറിച്ചും അവരുടെ തൊഴിലിടം എന്താണ് എന്നതിനെക്കുറിച്ചും അവർ അറിയുന്നു. ഭർത്താവ് തന്നെ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് അവരോട് എമ്പതി തോന്നുന്നു. ഇത് കേട്ടതിന് ശേഷം അതിനുശേഷം ഈ ബന്ധം വളരുന്നു. ലേറ്റർ ദ റിലേഷൻഷിപ്പ് ഗ്രൂ വിച്ച് എൻഡഡ് ഇൻ എ കൺസെൻഷ്വൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ ഒരു വരി മിസ് ചെയ്തു. താങ്കൾ അതിന് ഇടയ്ക്ക് ഒരു വരി മിസ് ചെയ്തു. ബന്ധപ്പെട്ടു, സൗഹൃദം സ്ഥാപിച്ചു. സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സൗഹൃദം സ്ഥാപിക്കുന്ന അല്ല, സൗഹൃദവും ശാരീരിക ബന്ധവും രണ്ടല്ലേ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? രാഹുൽ, സൗഹൃദവും ശാരീരിക ബന്ധവും രണ്ടല്ലേ? അങ്ങോട്ട് കണക്ട് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം ശരി, അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് പിന്മാറാമായിരുന്നുവല്ലോ. അത്ര ശുദ്ധനായിരുന്നുവെങ്കിൽ. എന്നാൽ ആ പെൺകുട്ടിക്ക് മാറായിരുന്നില്ലേ? ഈ പെൺകുട്ടി കല്യാണം കഴിച്ചാണ് ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് കണക്ട് ചെയ്തതാണോ? രാഹുൽ മാങ്കൂട്ടത്തിലാണോ ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ചത്? രാഹുൽ രാഹുലിന്റെ വാദമാണ് കേട്ടോ. ഈ പെൺകുട്ടിയെ രാഹുലിന്റെ വാദമാണ്. ഇത് ഫാക്ടുകളല്ലേ? അല്ല, ഒരു സെക്കൻഡ്, ഇത് ഫാക്ടുകളല്ലേ? അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒന്ന്, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ശ്രീ രഞ്ജിത്ത് രാമേന്ദ്രൻ അറിയായിരിക്കും, സാധാരണ മലയാളികൾ അറിഞ്ഞത് ഇന്നലെ മാത്രമാണ്. അപ്പോ ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ഈ പെൺകുട്ടിക്കും ഹസ്ബൻഡിനും പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലെന്ന് ആരും പറയുന്നില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തു, അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചു. ഓഫ് കോഴ്സ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു കാണും, കുടുംബ പ്രശ്നങ്ങൾ അറിഞ്ഞു കാണും, ബാക്കി കാര്യങ്ങൾ അറിഞ്ഞു കാണും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ആ സമയത്ത് കല്യാണം കഴിച്ച കുട്ടിയാണെന്ന് പറഞ്ഞല്ല ബന്ധം സ്ഥാപിച്ചത്. അതിനുശേഷം
അതെന്താണെന്നറിയാമോ? അത് രാഹുൽ ആ മുൻകൂർ ജാമ്യ ഹർജി വായിക്കാത്തത് കൊണ്ടാണ്. അതിനാൽ വളരെ കൃത്യമായി പറയാം. ഈ വിക്ടിം നോക്കൂ ദ വിക്ടിം contacted the petitioner through Facebook and made a friendship with petitioner. Later she told that her husband is committing domestic violence on her. The petitioner felt empathy towards the victim upon hearing this. Later the relationship grew. അതെ, അങ്ങനെയാണ്. ആ വിവരം അറിഞ്ഞ് ഈ പെൺകുട്ടി ഹസ്ബൻഡിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് രാഹുൽ കൂടുതലായി അടുക്കുന്നത്. The victim contacted the petitioner through Facebook and made a friendship with petitioner. ആ ഘട്ടത്തിൽ കല്യാണം കഴിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു. Domestic violence. അല്ല, അതിനർത്ഥം എന്താ? ആദ്യം സൗഹൃദം സ്ഥാപിച്ചപ്പോൾ കല്യാണം കഴിച്ച യുവതിയാണെന്ന് പറഞ്ഞാണോ സ്ഥാപിച്ചത്? യുവതിയാണോ കല്യാണം എന്നിട്ട് ആ ബന്ധം എങ്ങനെ വളരുകയും അല്ലല്ല രാഹുൽ, അതിനുശേഷം ആ ബന്ധം എങ്ങനെ വളർന്നുവെന്നും അത് അവസാനം എങ്ങനെ ശാരീരിക ബന്ധത്തിലേക്ക് വന്നു എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് ഉണ്ട് എന്നും ഹസ്ബൻഡ് പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞതുകൊണ്ടുണ്ടായ എമ്പതിയുടെ അടിസ്ഥാനത്തിൽ ആ ബന്ധം വളർന്ന് ശാരീരിക ബന്ധത്തിൽ വന്നു എന്നാണ്. എന്ന് പറയുമ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലല്ല, ഒരു സെക്കൻഡ് രാഹുൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ മറ്റൊരാളിന്റെ ഭാര്യയാണ് എന്നും ആ ഭാര്യയായിരുന്ന വ്യക്തി ഗാർഹിക പീഡനം നേരിടുന്നുണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ പറഞ്ഞതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ പോയിരിക്കുന്നത്. താങ്കൾ ഇന്നലെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അതേ ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നോ ഈ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ്? എന്റെ വാദമല്ല, രാഹുലിന്റെ വാദമാണ്. എന്റെ വാദമല്ല, രാഹുലിന്റെ വാദമാണ്. രാഹുലിന്റെ ഇന്നലത്തെ വാദമാണ് ഈ പറഞ്ഞത്. അതാണ് പൊളിയുന്നത്. ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട് രാഹുലിന്. അതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വർ മാറി എന്നുള്ളതാണ്. മറുപടി പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ് ബന്ധമെന്ന് ധ്വനിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ധാർമ്മികമായ എന്തോ തെറ്റുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പെൺകുട്ടിക്ക് അറിയില്ലേ അവൾ വേറൊരാളുടെ ഭാര്യയാണെന്ന്? ഈ പെൺകുട്ടിക്ക് ആ കാര്യത്തിൽ തെറ്റില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിയും തെറ്റുകാരിയല്ലേ? ഈ പെൺകുട്ടിക്ക് മാത്രം എങ്ങനെയാ തെറ്റില്ലാതാകുന്നത്? ഭാര്യയാണെന്ന് അറിയാം സാർ. മറുപടി പറയട്ടെ സാർ. ഇത് എന്തുകൊണ്ടാണ് മീഡിയ അല്ല, ഇനി ഒരു കാര്യം കൂടെ സാധാരണ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇത് മീഡിയക്കാർ നിങ്ങളെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ കാര്യം അങ്ങനെ ആകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തും എന്തോ തെറ്റുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും. അത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇവർ ഒന്നെങ്കിൽ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്നതോ. എനിക്കൊരു 30 സെക്കൻഡ് തന്നാൽ മതി, സാധാരണക്കാർ കേൾക്കാനാണ്. ഒന്ന്, ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും തർക്കമില്ല. ഈ പെൺകുട്ടി 2024 കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്. ആ കല്യാണം കഴിച്ച കുട്ടി ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷം തന്റെ കല്യാണത്തിലെ കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് അറിഞ്ഞു കാണും. അതിനുശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നു. അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ തെറ്റ് ഈ പെൺകുട്ടിക്കും ബാധകമല്ലേ സാർ? മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയില്ലായിരുന്നോ? ഇപ്പോഴാ പെൺകുട്ടി പറയുന്നത് എന്താ? പ്ലാൻ ചെയ്ത് കുട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചതിന് ശേഷം, മാർച്ചിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, പിൽസ് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ മാർച്ചിൽ റേപ്പ് ചെയ്തു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? നിങ്ങൾ എല്ലാം കേൾക്കേണ്ട കാര്യം, ഈ പെൺകുട്ടി പുറത്തുവിട്ട ചാറ്റാണ് മാർച്ചിൽ ബന്ധം ഉണ്ടാവുന്നു. മാർച്ചിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന്. കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് റേപ്പിലൂടെയാണോ? കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പീഡിപ്പിച്ചതാണോ? പറയുന്ന കള്ളങ്ങൾക്കൊരു പരിധി വേണ്ടേ? 2, ഈ നഗ്ന ചിത്രം എടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയാണോ ഇവള് പറക്കാൻ ഉദ്ദേശിച്ചത്? നഗ്ന ചിത്രം എടുത്ത് തന്നെ പീഡിപ്പിച്ച് തന്നെ പേടിപ്പിച്ച് റേപ്പ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയെ വേണമെന്നാണോ പറഞ്ഞിരുന്നത്? രാഹുലിനെ കൊടുക്കാൻ പച്ച കള്ളങ്ങൾ പറയുന്നതിന് നമ്മൾ മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കരുത്. ആ പെൺകുട്ടി പറയുന്ന മാർച്ചിൽ ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഹസ്കർ സാറിന് ഉത്തരം പറയാം. മാർച്ചിൽ ഇവർ കുട്ടികളെ പ്ലാൻ ചെയ്തിരുന്നില്ലേ ഹസ്കർ സാർ? പിന്നെ മാർച്ചിൽ ബന്ധപ്പെട്ടതിനെ റേപ്പ് എന്നാണോ നിയമപരമായി വിളിക്കുന്നത്? ഹസ്കർ സാർ പറഞ്ഞേ. ഇവര് മാർച്ചിൽ കുട്ടികളെ ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ലേ? അതിനുശേഷം ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തെ റേപ്പ് എന്നാണോ വിളിക്കുന്നത്? 2 പ്രശ്നം ഇക്കാര്യത്തിലുള്ള രാഹുലെ. ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്നെയോ രാഹുലിനെ പോലെ ഒരു സാധാരണക്കാരനല്ല. കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ അല്ലല്ല, അങ്ങനെ കൺസിഡർ ചെയ്യരുത്. ഒരു സാധാരണ പൗരൻ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വളച്ചുകൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമായി യാതൊരു പ്രാധാന്യമില്ല. നിരവധി കേസുകൾക്ക് നമുക്ക് കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇത്
കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ യുവ നേതാവ് എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയ നൈതികത അദ്ദേഹത്തിനുണ്ട്. ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്നും മാറ്റി പറയുന്നു. ഇപ്പൊ ഇതുവരെ പറഞ്ഞ രാഹുൽ പറഞ്ഞതിൽ നിന്ന് തനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വിവരവും രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ജാമ്യാപേക്ഷ വന്നപ്പോ അദ്ദേഹം പറഞ്ഞെന്താ, തനിക്ക് ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്, പൊതുപ്രവർത്തകന് ചേർന്ന രാഷ്ട്രീയ നൈതികതയാണ് പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. നിയമപരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അറിയില്ല രാഹുൽ പറഞ്ഞിട്ടില്ല, വരട്ടെ, പരാതി വരട്ടെ എന്ന് പറയുകയായിരുന്നു. പക്ഷെ അപ്പോഴും രാഹുൽ പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ടെന്നേ, ഇതില് പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ടെന്നേ, പല വാദങ്ങളും പൊളിയുന്നുണ്ടെന്നേ. അറിയില്ലെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ എന്താ ഇടപെടാത്തത്? അല്ല, ആ പെൺകുട്ടി അറിയുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം അറിയുമെന്നോ അറിയില്ലെന്നോ പറഞ്ഞില്ലല്ലോ. ആ സൈലൻസ് ഉണ്ട് അവിടെ. ആ സൈലൻസ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ആണ്. ആ ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ആ സൈലൻസ് കോണ്ടാക്ട് ആണ്, അത് റിലവന്റുമാണ്. നിയമത്തെ സംബന്ധിച്ച് അത് റിലവന്റുമാണ്. ഇതുവരെ അറിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നല്ലേ? രാഹുൽ ആ പെൺകുട്ടിയെ അറിയാമെന്നോ അറിയില്ലെന്നോ രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടും പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഒരു പൊതുപ്രവർത്തകൻ ചില ധാർമ്മികതയുണ്ട്. അദ്ദേഹം അന്വേഷണത്തിന്റെ ഭാഗം സഹകരിക്കുമെന്നല്ലേ പറഞ്ഞത്? നമ്മൾ കുറ്റം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുവാണോ? ഇത് തന്നെയല്ലേ ഉമ്മൻചാണ്ടി സാറിന് നേരെ ചെയ്തത്? സരിത 164 അടക്കം കൊടുത്തില്ലേ? സരിത 164 അടക്കം കൊടുത്ത് വ്യാജ പരാതി നടത്തി ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടിയില്ലേ? ഒരു രണ്ടാം ഉമ്മൻചാണ്ടി ആക്കുകയാണോ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ? ഇനി വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടെയാളവിനെയാണ് വരണോ? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കണോ? അസ്കർ സാർ പറയൂ, ഇത് തന്നല്ലേ ഉമ്മൻചാണ്ടി സാറിനെതിരെ നമ്മളെല്ലാം, സാർ മാത്രമല്ല നമ്മൾ പൊതുസമൂഹം ചെയ്തത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതുപോലെ എനിക്ക് ഒരു സമയം തരണം. നമ്മുടെ ഒരു അതിഥി, വൈകി വന്നൊരു അതിഥിയുണ്ട്, ശ്രീമതി രാഗാരഞ്ജിനി. കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് 7 മണിക്ക് ചർച്ചയ്ക്ക് വരേണ്ടതായിരുന്നു, പക്ഷെ വൈകിപ്പോയി. രാഗാരഞ്ജിനി, ഈ ഒരു സുപ്രഭാതത്തിൽ CPM വേട്ടപ്പട്ടികൾക്കും BJP തെമ്മാടികൾക്കും ചുമ്മാ വെട്ടി കീറാൻ ഇട്ടുകൊടുക്കില്ല രാഹുലിനെ എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ഞാൻ കണ്ടത്. ഇപ്പോൾ എന്താണ് നിലപാട്? പരാതിയുണ്ട്, അതിനുള്ള മറുവാദമായി രാഹുൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് രാഘവരഞ്ജന്റെ നിലപാട് എന്താണ്? ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഈ ഒരു രാഷ്ട്രീയപരമായി ഉന്നത നിലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു സ്ത്രീ വിഷയം കൊണ്ടിടുമ്പോഴത്തേക്ക് മറ്റ് എതിർകക്ഷികളെ മാനസികമായും അവരുടെ പൊളിറ്റിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും തകർക്കാൻ വേണ്ടി നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അത് പറയുന്നതിന് മുമ്പിട്ട് സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ വന്നിരിക്കുമ്പോൾ വളരെ സങ്കടകരമാണ് തോന്നുന്നത്. കാരണം ഈ ഒരു രാഹുലിൻ്റെ വിഷയം ആദ്യം തന്നെ ഈ ചാനലുകളിൽ വരുമ്പോൾ തന്നെ ഇവിടെ രാഹുലിൻ്റെ വിഷയമല്ല, ഇവിടെ പൊതുവായിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ്. കാരണം രാഹുലിൻ്റെ നിലപാട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു രാഹുൽ എന്ന ഒരു ആൾ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഒരു ഫോട്ടോയും തൊട്ടടുത്തായിട്ട് കുറേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുറേ സ്ത്രീകളുടെ ഫോട്ടോയും ഒക്കെയാണ് നമ്മൾ കുറേ 2-3 മാസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുസമൂഹവും ഈ ചാനൽ ചർച്ചകളും രാഷ്ട്രീയ എല്ലാവരും ഒരു സൈഡ് മാത്രം ചിന്തിക്കുന്നില്ല. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ, എങ്ങനെയുള്ള പുരുഷനായാലും അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറയുന്നു പല രീതിയിലും. എങ്ങനെയുള്ള ഒരാളായാലും നമ്മുടെ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈ കേരള സമൂഹത്തിലെ സ്ത്രീകൾ അവർക്ക് എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരാതിയുണ്ട്, പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിലല്ല. കാരണം ഇവിടെ സ്ത്രീകൾ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ജീവിതത്തിലിരിക്കുമ്പോൾ തന്നെ അവർക്കിഷ്ടമായ മറ്റൊരു പുരുഷനോട് അവരുടെ വിഷയങ്ങൾ, ഞാൻ ഈ ചർച്ചകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അവർക്ക് അവരുടെ ഭർത്താവിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, എനിക്ക് തോന്നുന്നു അധിക കാലമൊന്നും ആയിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് 1 വർഷത്തോളം ആയിട്ട് പോലും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ നമ്മളൊരു കുടുംബത്തിൻ്റെ ഏറ്റവും നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ അവർ
ആളോട് ബന്ധപ്പെടുന്നു, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്നത് സെക്ഷൽ റിലേഷനിലേക്ക് സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യവും, അതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ സ്ത്രീകളടക്കം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഇനിയും കുറ്റം ചെയ്യാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ അവർക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന്, ആ വ്യക്തി കല്യാണം കഴിച്ചതാണ്, ഭർത്തൃമതിയാണ്, എന്നിട്ട് പോലും അവർ മറ്റൊരു പുരുഷനോട് അവരുടെ വിഷമങ്ങൾ കാരണം മറ്റൊരു പുരുഷനോട് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു, അവരോട് ബന്ധം പുതുക്കുന്നു. അതും സാധാരണ ഒരു വ്യക്തിയല്ല, പൊളിറ്റിക്കലിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ യുവ നേതാവ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരുടെ ആദർശവും ഈ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ട് ആദ്യം കാണുന്ന അതേപോലെ ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ആൾ. ഞാനും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു പ്രവർത്തകനാണ്. പാർട്ടിക്ക് വേണ്ടി ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് ഒരു യുവ നേതാവിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. ആ ഒരു ഇഷ്ടം തന്നെ ആയിരിക്കണം. അതെ, അതാണ് ഇവിടെ ആ തരത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇഷ്ടം ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകർക്ക് പോലും മനോവേദന ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. രാഹുൽ വളരെ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ്. ഒരു വരി എടുത്തൊരു കാര്യം, ഉമ്മൻചാണ്ടി സാറിന്റെ CD തപ്പിപ്പോയ ആൾക്കാരാണ് ഇപ്പം പലരും ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് പോലല്ല ഇതെന്ന് പറയുന്നത്. ഇനി കുറെ നാൾ കഴിയുമ്പം പറയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, അടുത്ത ആളെ കൊടുക്കുമ്പം പറയും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പോലല്ല, കുറച്ചുകൂടെ സീരിയസ് ആണ്. യഥാർത്ഥത്തിൽ ഒരു രണ്ടാം ഉമ്മൻചാണ്ടിയായി രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുകയാണ് ഇപ്പം പലരും ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന് സപ്പോർട്ട്. കോൺഗ്രസിന് നടപടി എടുക്കാൻ പറ്റാത്തത് രാഹുലിന്റെ ആ ജനപിന്തുണ കണ്ടുകൊണ്ടാണ്. ഇല്ലെങ്കിൽ MLA സ്ഥാനത്തു നിന്ന് പുറത്താക്കാൻ നിൽക്കുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും പോപ്പുലർ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നത് ജനങ്ങൾക്ക് ഈ സത്യം മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പൊതുജനം കഴുതയല്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ടും ജനപിന്തുണയും കൂടുന്നുണ്ടോ? 100% അല്ലേ? നിങ്ങളുടെ ചാനലിലടക്കം വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി. ന്യൂസ് 18 എനിക്ക് വിശ്വാസമാണ്. ന്യൂസ് 18 അടക്കമുള്ള കമന്റുകൾ നോക്കിയാൽ ഇതിലെ കാര്യം എന്താ അറിയാമോ? സമയമില്ല. രാഹുൽ സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് കാര്യങ്ങൾ നോക്കിയത് കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എന്നോടല്ലേ ചോദിച്ചത്? പറയൂ ശ്രീത്ത് പറയും. സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് നോക്കിയത് കൊണ്ട് കാര്യമുണ്ട് എന്ന് ശ്രീ രാഹുൽ ഈശ്വർ അടുത്ത കാലത്ത് വിവാദമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തിയിരുന്ന സമയത്തും അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. മറ്റൊരാളിന്റെ വസ്ത്രധാരണം എന്താണ് എന്ന് നമ്മളാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് ഒരു വ്യക്തിക്കുള്ള അവകാശം, മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ ആ സമയത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് കരുതി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥമില്ല. അതിനുള്ള ഒരേ ഒരു അർത്ഥം, ഭരണഘടന എന്താണ് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ളതോ നിരക്ഷര കുക്ഷികളോ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. രാഹുൽ ഈശ്വർ ഇത് രണ്ടുമല്ല. ശബരിമല വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത് മീഡിയക്കാര്. ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇതിന്റെ ചരിത്രത്തിൽ സമാനതകളില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു 2 മിനിറ്റ് എനിക്ക് തരൂ. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല രഞ്ജിത്ത്, ഇതിൽ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വസ്തുതയാണ് ഇപ്പോൾ സംഭവിച്ചത്. അതില് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഈ വിഷയത്തെ ഉപമിക്കുകയും സോളാർ സമരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിനെ താരതമ്യം ചെയ്യേണ്ടതിന്റെ യാതൊരു ആവശ്യകതയില്ല. ആ അതിജീവിതയെ അതികഠിനമായി ആക്രമിക്കുന്നതിന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിജീവിതയുടെ പേരടക്കം ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിച്ചുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കരുത്. ഇത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആ ഗുരുതര ആരോപണത്തെയാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ ആരോപണത്തിൽ ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ, അതിലുമേറെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹം പുലർത്തേണ്ട രാഷ്ട്രീയ നൈതികതയുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നൈതികതയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയുമായി ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി യാതൊരു തടസ്സമില്ല. പക്ഷെ അത് ചെയ്യുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനും MLA-യും ആകുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങളാണ് ഏറ്റവും
സരിതയാണ് അതിജീവിത എന്ന് വിളിച്ചത്. കോടതി കേസ് തള്ളിയ CBI ഗൂഢാലോചനയെന്ന് പറഞ്ഞ ശരി, എന്നോട് ക്ഷമിക്കണം, ദയവായി അതിഥികളോട് ക്ഷമിക്കണം, നമുക്ക് സമയക്കുറവുണ്ട്. രാഗാരഞ്ജനിയും ക്ഷമിക്കണം, കാരണം സമയക്കുറവുണ്ട്, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ശ്രീത് പണിക്കർ, അഡ്വക്കേറ്റ് VN ഹസ്കറോവ്, രാഗാരഞ്ജനി ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ഈ പരാതി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന ആരോപണം, അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ തെരഞ്ഞെടുപ്പിലെന്നായിരുന്നു. അതേ എന്ന് അഭിപ്രായപ്പെട്ടത് 36% ആളുകൾ മാത്രമാണ്. തിരിച്ചടിയാവില്ല എന്ന് പറഞ്ഞവരാണ് 62%. കേട്ടോ, അങ്ങനെ അഭിപ്രായം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. തിരിച്ചടിയാവില്ല എന്ന് അഭിപ്രായപ്പെട്ടത് 62% ആളുകളാണ്. നിഷ്പക്ഷമായി 2% ആളുകളും ഈ പോളിൽ പങ്കെടുത്ത് വോട്ട് രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.